ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യൂലൈറ്റ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് എന്നുള്ള ഒരു പുതിയ ടോപ്പിക് ഏരിയയാണ്. സോ പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് ഏരിയയിൽ നമുക്ക് വളരെ വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ സിലബസിലേക്ക് ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം. സിലബസിലേക്ക് വരുമ്പോൾ ആദ്യം ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ്, ഇവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ പറ്റിയും അതേപോലെ തന്നെ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ പറ്റിയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു സെഷൻ അജണ്ടയും വരുന്നത്. പിന്നീട് വരുന്നത് ഹ്യൂമൻ ആൻഡ് എൻവിയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ. ഹ്യൂമൻ എങ്ങനെയാണ് എൻവിയോൺമെൻറ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഹ്യൂമൻ എൻവിയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ വഴി എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് എൻവിയോൺമെൻറ്റ് ഡിട്രിമെൻ്റലായിട്ട് വരുന്നത്. ഓക്കെ, സോ ദെൻ എൻവിയോൺമെൻറ്റ് ഇഷ്യൂസ്, അവിടെ നമ്മൾ പൊല്യൂഷൻ പോലുള്ള എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റീജിയണൽ, ലോക്കൽ ആൻഡ് ഗ്ലോബൽ എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ്. ദെൻ അതിനകത്ത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള ഇഷ്യൂസിനെ പറ്റി നമുക്ക് പറയണം. ആൻഡ് ഇറ്റ് സോഷ്യോ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്, ഇമ്പാക്റ്റ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. ഇത്തരം ടോപ്പിക്സ് ആണ് ആ ഒരു ഏരിയയിൽ വരുന്നത് എൻവിയോൺമെൻറ്റൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്. പിന്നെ വരുന്ന ടോപ്പിക് ഏരിയ നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്. നാച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എല്ലാ എനർജി റിസോഴ്സുകളെ പറ്റിയും, ലൈക്ക് സോളാർ എനർജി, വാട്ടർ മീൻസ് ഹൈഡ്രോ, അതേപോലെ തന്നെ വിൻഡ് എനർജി, സോയിൽ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് എനർജി റിസോഴ്സുകളെ പറ്റിയുള്ള അവയർനെസ് ഒക്കെ ആവശ്യമാണ്. ദെൻ നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്, അവിടെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, റീസെൻ്റ്ലി ഏതെങ്കിലും നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ടായിട്ടുണ്ട്, ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫറൻസുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയൊക്കെയുള്ള അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, പിന്നെ അതിനകത്ത് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതായത് നാഷണൽ ലെവലിൽ എന്തൊക്കെയാണ് ഈ ഒരു എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മേജർ ഇനീഷ്യേറ്റീവ്സ് ആണുള്ളത്. രണ്ട് കാര്യങ്ങളാണ് അവിടെ വരുന്നത്. ഒന്ന് നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, രണ്ടാമതായിട്ട് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇതിനെ രണ്ടിനെ പറ്റിയും നമ്മൾ അറിയണം. പിന്നെ വരുന്നത് എഗ്രിമെൻറ്റ്സ് ആൻഡ് എഫേർട്സ് അറ്റ് ഇൻ്റർനാഷണൽ ലെവലാണ്. ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ മോൺട്രിയൽ പ്രോട്ടോക്കോൾ, റിയോ സമ്മിറ്റ്, കൺവെൻഷൻ ഓൺ ബയോഡൈവേഴ്സിറ്റി, ക്യോട്ടോ പ്രോട്ടോക്കോൾ, പാരീസ് എഗ്രിമെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ്. സോ ദീസ് ആർ ദി ടോപ്പിക് ഏരിയാസ്. ഇത്രയുമാണ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ് എന്നുള്ള നമ്മളുടെ 9ാമത്തെ മൊഡ്യൂളിൽ വരുന്ന ടോപ്പിക് ഏരിയാസ്. ഇതിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാവുന്ന രണ്ട് ടോപ്പിക് ഏരിയസിൽ ഒരെണ്ണമാണ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവിയോൺമെൻറ്റ്. മറ്റൊന്ന് ഹയർ എഡ്യൂക്കേഷനാണ്. സോ റീസെൻ്റ്ലി നടന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ, റീസെൻ്റ്ലി സംഭവിച്ചിരിക്കുന്ന ചില ഇഷ്യൂസ്, എൻവിയോൺമെൻറ്റൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ, അതിനെ പറ്റിയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആൻഡ് ഈ ഒരു ഏരിയയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടോപ്പിക് ഏരിയയാണ്. ലൈക്ക് മോൺട്രിയൽ പ്രോട്ടോക്കോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോക്കോളിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ദർ ആർ സം അതർ എഗ്രിമെൻറ്റ്സ് ലൈക്ക് ഇപ്പോൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് ആണെങ്കിൽ ഇൻ്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ റീസെൻറ്റ് കോൺഫറൻസ് എവിടെ വെച്ചായിരുന്നു, അതിനകത്തുള്ള ഈ മേജർ ഇൻഡോർസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആസ് ഐ സെഡ്, ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ എയിം ചെയ്യുന്നത് രണ്ട് ടോപ്പിക്സ്, ഒന്ന് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനെ പറ്റിയും അതോടൊപ്പം തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ പറ്റി ഡിസ്കസ് ചെയ്യുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ട MCQs കൂടി നമുക്ക് കാണാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. സോ MDG ആൻഡ് SDG. MDG സ്റ്റാൻഡ്സ് ഫോർ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്, SDG stands for Sustainable Development Goals. Okay, so Millennium Development Goal. What is Millennium? Millennium Year 2000 സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റ് ആണ്. അതായത് 2000 ലോകത്തെ മേജർ നേഷൻസ് എല്ലാം ചേർന്നുകൊണ്ട് UN എഗ്രി ചെയ്യുന്ന അല്ലെങ്കിൽ UN ടാർഗറ്റ് ചെയ്തിട്ടുള്ള ചില ഗോളുകളെ പറ്റിയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുന്നത്. സോ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഓർക്കേണ്ടത് സെപ്റ്റംബർ 2000 യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി യുനാനിമസ്ലി അഡോപ്റ്റഡ് UN ഡിക്ലറേഷൻ. ആ UN മില്ലേനിയം ഡിക്ലറേഷനെയാണ് നമ്മൾ MDG മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഓൺ ദ ഒക്കേഷൻ 189 മെമ്പേഴ്സ്, അന്ന് UN മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് 189 ആയിരുന്നു. അവരെല്ലാവരും യുനാനിമസ്ലി ഈ ഒരു എഗ്രിമെൻറ്റിനെ സൈൻ എഗ്രി ചെയ്യുക ചെയ്തത്. സോ ദേ കമ്മിറ്റഡ് ദംസെൽഫ് ടു എ വർക്ക് അജണ്ട that will tackle the most evident factors of poverty and injustice. സോ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രധാന പ്രശ്നങ്ങൾ, അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, പോവർട്ടിയും ഇൻജസ്റ്റിസും. അപ്പോൾ ആ ഒരു ഏരിയയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് 2000 നമ്മൾ സൈൻ ചെയ്ത, ലോകരാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റാണ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മൾ ഈ പറയുന്ന മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ.
സോ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് വഴി 15 വർഷങ്ങൾക്കുള്ളിൽ നമ്മൾ എയിം ചെയ്യുന്ന 15 വർഷങ്ങൾ കൊണ്ട് നമ്മൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 8 ഗോളുകൾ, ആ 8 ഗോളുകളുമായി ബന്ധപ്പെട്ട് 18 ടാർഗറ്റ്സ്, ആ 18 ടാർഗറ്റുകൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടി 48 ഇൻഡിക്കേറ്റേഴ്സ്. ഇങ്ങനെയാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ടാർഗറ്റ് ഇയർ 15 വർഷമാണെന്ന് ഞാൻ പറഞ്ഞു. സോ 2000 സൈൻ ചെയ്യുന്ന എഗ്രിമെൻറ്റ് 2015 ആകുമ്പോൾ അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇനിഷ്യേറ്റീവ്സിനെ പറ്റിയാണ്, ഗോളുകളെ പറ്റിയാണ് ഈ ഒരു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുന്നത്. സോ എന്തൊക്കെയാണ് ആ ഗോളുകൾ? ഓക്കെ, എന്തൊക്കെയാണ് ആ ഗോളുകളെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഗോൾസ് ജസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഗോൾ ഈസ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ദാറ്റ് ഈസ് ഫസ്റ്റ് ഗോൾ. എക്സ്ട്രീം പോവർട്ടി, ഹങ്കർ തുടങ്ങിയവ ഇല്ലാതാക്കുക. രണ്ടാമത്തെ ഗോൾ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികൾക്കും കിട്ടണം. അപ്പോൾ യൂണിവേഴ്സലൈസ് ചെയ്യുക, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ദെൻ അടുത്തത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. ജെൻഡർ ഇക്വാലിറ്റി എൻഷുർ ചെയ്യണം, വിമൻ എംപവർമെൻറ്റിന് വേണ്ടി ആക്ട് ചെയ്യണം. നാലാമത്തെ ഗോൾ പറയുന്നത് റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ശിശുമരണ നിരക്ക് കുറയ്ക്കുക. അഞ്ചാമത്തെ ഗോൾ അതുമായി ചേർത്ത് തന്നെ പറയാം, ഇംപ്രൂവ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക. അതോടൊപ്പം തന്നെ മെറ്റേണൽ ഹെൽത്ത് എൻഷുർ ചെയ്യുക. ഇതാണ് സുരക്ഷിതമായിട്ടുള്ള ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരിക്കണം, മാതൃമരണ നിരക്ക് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന് അഞ്ചാമത്തെ ഗോളിൽ പറയുന്നത്. ആറാമത്തെ ഗോൾ കോംബാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡെഡ്ലി ഡിസീസസ്. മേജർ ഡിസീസസ് ഏതൊക്കെയാണ്? ഈ പറയുന്ന അന്ന് 2000 വർഷത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ട മേജർ ഡിസീസസ് എന്ന് പറയുന്നത് ഒന്ന് HIV, എയ്ഡ്സ് ആണ്, പിന്നെ മലേറിയ. അതുപോലുള്ള രോഗങ്ങളെ കോമ്പാക്ട് ചെയ്യാൻ സാധിക്കണം. 15 വർഷങ്ങൾക്കുള്ളിൽ ഈ രോഗങ്ങളെ കഴിയുന്നത് നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കണം. അടുത്തത് എൻഷുർ സസ്റ്റൈനബിലിറ്റി, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യുക. ആൻഡ് ഫൈനലി എ ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക. സോ ദീസ് ആർ ദി ഗോൾസ്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് പറയുന്ന 8 ഗോളുകൾ ഇവയാണ്. നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. ആദ്യത്തെ ഗോൾ 1 പറയുന്നത് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. ആസ് ഐ സെഡ്, നമ്മളിവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൂടുതലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. എന്നാലും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമ്മൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. അപ്പോൾ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ വരാത്ത ഗോളുകൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, വരുന്നവ ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അതാണ് ഫസ്റ്റ് തിങ്. ദെൻ ഗോളിൻ്റെ നമ്പറും ഗോളും അത് നോക്കുക. അതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. എന്നാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബിക്കോസ് 2015 കഴിഞ്ഞതാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ. 2015 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അടുത്ത 15 വർഷങ്ങൾ കൊണ്ട് അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോളുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്തായാലും ഈ 8 ഗോളുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ആദ്യം നമ്മൾ പറഞ്ഞു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടി, ഹങ്കർ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നതുമായി ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ടാർഗറ്റ്സ് ആണ്. അതിലൊന്നാമതായിട്ട് പറയുന്നത് ഹാൽ ബിറ്റ്വീൻ 1990 ആൻഡ് 2015 ദി പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹൂസ് ഇൻകം ഈസ് ലെസ് ദാൻ 1.25 എ ഡേ. ഒരു ദിവസം $1.25 അതിൽ കുറവ് കിട്ടുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക. അതായത് മിനിമം വേതനം $1.25 എങ്കിലും ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ് ആദ്യത്തെ ടാർഗറ്റ്. രണ്ടാമതായിട്ട് അച്ചീവ് ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്. ആളുകൾക്ക് തൊഴിലവസരം ഉണ്ടാവണം, പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻ്റ് ആയിരിക്കണം, വർക്ക് ചെയ്യുന്നതിന് അഡിക്വറ്റായിട്ടുള്ള റെമ്യൂണറേഷൻ കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യാൻ സാധിക്കണം. മൂന്നാമത്തെ ടാർഗറ്റ് ഹാൽ ബിറ്റ്വീൻ 1990 ആൻഡ് 2015 ദി പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ഹു സഫർ ഫ്രം ഹങ്കർ, പട്ടിണി, ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ സാധിക്കണം. പട്ടിണി കിടക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. സോ ഇവയാണ് ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നാമതായിട്ട് പറയുന്നത് മിനിമം വേജ് അല്ലെങ്കിൽ മിനിമം ഒരു പോവർട്ടി ലൈൻ അതിന് മുകളിലേക്ക് $1.25 മുകളിലെങ്കിലും എല്ലാവർക്കും ലഭിക്കുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ വരേണ്ടത്. രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്, എല്ലാവർക്കും വിമൻ ആൻഡ് മെൻ ലൈക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം. ആൻഡ് ഫൈനലി ഹങ്കർ എന്നുള്ള മേജർ പ്രോബ്ലം
ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ ഗോൾ അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. 2015 ആകുമ്പോഴേക്കും ഇന്ത്യയിൽ ഗേൾ ഓർ ബോയ് അലൈക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രൈമറി എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് 2015 വരെയുള്ള ടാർഗറ്റ്. ലോകമൊത്തമുള്ള എല്ലാ കുട്ടികൾക്കും പ്രൈമറി എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. എൻഷുർ ദാറ്റ് ബൈ 2015 ചിൽഡ്രൻ എവരിവെയർ ബോയ്സ് ആൻഡ് ഗേൾസ് അലൈക്ക് വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് എ ഫുൾ കോഴ്സ് ഓഫ് പ്രൈമറി സ്കൂളിംഗ്. ഇവർക്ക് എല്ലാവർക്കും പ്രൈമറി സ്കൂളിംഗ് എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. അതാണ് ഗോൾ 2. ഓക്കെ, ഗോൾ 3യിലേക്ക് പോകാം. ഗോൾ 3 പറയുന്നത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. ജെൻഡർ ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക, വിമൻ എംപവർമെൻറ്റ് എൻഷുർ ചെയ്യുക. സോ ഫസ്റ്റ് തിങ്, എലിമിനേറ്റ് ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രിഫറബ്ലി ബൈ 2005 ആൻഡ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ നോ ലേറ്റർ ദാൻ 2015. 2005 ആകുമ്പോൾ തന്നെ ഇപ്പോൾ ജെൻഡർ ഡിസ്പാരിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? സ്കൂൾ ലെവലോട്ട് തന്നെ സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷനിൽ 2005 ആകുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാവണം. അതിനുശേഷം 2015 ആകുമ്പോഴെങ്കിലും ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷനിലും പ്രൈമറി, സെക്കൻഡറി ഓർ ടേർഷ്യറി, ഹയർ എഡ്യൂക്കേഷൻ ഉൾപ്പെടെ, അപ്പോൾ എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും ഈ പറയുന്ന ഡിസ്പാരിറ്റി ഇല്ലാതെ കുട്ടികൾക്ക്, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും 2 പേർക്കും പഠിക്കാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി നൽകാൻ സാധിക്കണം. അതാണ് ഗോൾ 3 ടാർഗറ്റ് ചെയ്യുന്നത്. ഗോൾ 4ലേക്ക് വരുമ്പോൾ റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, ശിശു മരണനിരക്ക് കുറയ്ക്കുക. സോ റെഡ്യൂസ് ബൈ 2/3 ബിറ്റ്വീൻ 1990 ആൻഡ് 2015 ദി അണ്ടർ 5 മോർട്ടാലിറ്റി റേറ്റ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണനിരക്ക്, അതാണ് നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ആ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് 1990s കണക്കുകൾ എത്രയാണോ പറയുന്നത് അതിൻ്റെ 2/3 കുറയ്ക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ടാർഗറ്റ്. ദെൻ 5ാമത്തെ ഗോൾ പറയുന്നത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ആണ്. മാതൃപരമായിട്ടുള്ള ഹെൽത്ത് നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കണം. സോ ഒന്ന്, റെഡ്യൂസ് ബൈ 3 quarters ബിറ്റ്വീൻ 1990 ആൻഡ് 2015 ദി മെറ്റേണൽ മോർട്ടാലിറ്റി റേഷ്യോ. മരണനിരക്ക് 1990s സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് 2015 ആകുമ്പോൾ ഡിവൈഡ് ബൈ 3 എങ്കിലുമായിട്ട് കുറയ്ക്കാൻ നമുക്ക് സാധിക്കണം. 3 quarters എങ്കിലുമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആൻഡ് അടുത്ത ടാർഗറ്റ് പറയുന്നത് യൂണിവേഴ്സൽ ആക്സസ് ടു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ്. ഹോസ്പിറ്റൽ അതേപോലുള്ള ഫെസിലിറ്റീസ് എല്ലാ അമ്മമാർക്കും ലഭിക്കണം. സോ ഇതാണ് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോൾ 5. ഗോൾ 6 പറയുന്നത് കോമ്പാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. സോ അന്ന് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയത് എയ്ഡ്സ് ആണ്. അപ്പോൾ എയ്ഡ്സ് പടർന്നു വരുന്ന ആ സിറ്റുവേഷൻ അത് ഒഴിവാക്കാൻ സാധിക്കണം. അതേപോലെ മലേറിയ പോലുള്ള ഡിസീസുകൾ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കണം. അപ്പോൾ halted by 2015 ആൻഡ് ബിഗൺ ടു റിവേഴ്സ് ദി സ്പ്രെഡ് ഓഫ് HIV, എയ്ഡ്സ്. 2015 ആകുമ്പോഴേക്കും 2000-ലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ 2015 ആകുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എയ്ഡ്സിൻ്റെ സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം, നിൽക്കണം. സ്പ്രെഡ് കുറയുകയും അതേസമയം അതിൻ്റെ ആ സ്പ്രെഡ് ചെയ്തിരുന്ന ആ ഒരു പെർസെൻറ്റേജ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം, റിവേഴ്സ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ആ ഒരു കൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് അച്ചീവ് ബൈ 2010 യൂണിവേഴ്സൽ ആക്സസ് ടു ട്രീറ്റ്മെൻറ്റ് ഫോർ HIV, എയ്ഡ്സ് ഫോർ ഓൾ ദോസ് ഹു നീഡ് ഇറ്റ്. HIV, എയ്ഡ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാ ജനങ്ങളിലേക്കും 2010 ആകുമ്പോഴേക്കും നമുക്ക് എത്തിക്കാൻ സാധിക്കണം. അടുത്തത് halted by 2015 ആൻഡ് ബിഗൺ ടു റിവേഴ്സ് ദി ഇൻസിഡൻസ് ഓഫ് മലേറിയ ആൻഡ് അതർ മേജർ ഡിസീസസ്. എയ്ഡ്സ് പറഞ്ഞതുപോലെ തന്നെ മലേറിയയും മറ്റു മേജർ ഡിസീസസും 2015 ആകുമ്പോഴേക്കും റിവേഴ്സ് ആകണം. ഇപ്പോൾ ഉള്ള സ്പ്രെഡ് കുറച്ച് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇതാണ് 3 ടാർഗറ്റുകൾ. ആദ്യം പറഞ്ഞു എയ്ഡ്സുമായി ബന്ധപ്പെട്ട സ്പ്രെഡ് കുറയ്ക്കുക. രണ്ടാമത് പറഞ്ഞത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ള എല്ലാ രോഗികൾക്കും കിട്ടണം. ആൻഡ് മൂന്നാമതായിട്ട് പറയുന്നത് മലേറിയ, മറ്റ് ഡെഡ്ലി ഡിസീസസ്, അതിൻ്റെ എല്ലാം മേജർ ഡിസീസസ്, ഡെഡ്ലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, മേജർ ഡിസീസസിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി ജനങ്ങൾക്കുണ്ടാവണം. 2015 ആകുമ്പോഴേക്കും അതിൻ്റെ സ്പ്രെഡ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കണം. സോ ഇതാണ് ഗോൾ 6 പറയുന്നത്, കോമ്പാറ്റ് HIV, എയ്ഡ്സ്, മലേറിയ ആൻഡ് അതർ ഡിസീസസ്. അടുത്തത് ഗോൾ 7 എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഭാവിയിലേക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന രീതിയിൽ ഫ്യൂച്ചർ ജനറേഷന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ്. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഉപയോഗിച്ച് തീർക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അതോടൊപ്പം തന്നെ
ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൺസെപ്റ്റ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. സോ ഒന്ന്, ഇൻ്റഗ്രേറ്റ് ദി പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ ടു കൺട്രീസ് പോളിസീസ് പ്രോഗ്രാംസ് ആൻഡ് റിവേഴ്സ് ദി ലോസ് ഓഫ് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ്. നമുക്ക് നഷ്ടപ്പെട്ടുള്ള എൻവയോൺമെൻറ്റ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ വേണം. അതിനുവേണ്ടി എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രിൻസിപ്പിൾസിനകത്ത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. രണ്ടാമതായിട്ട്, റെഡ്യൂസ് ബയോഡൈവേഴ്സിറ്റി ലോസ് അച്ചീവിങ് ബൈ 2010 എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ ദി റേറ്റ് ഓഫ് ലോസ്. ബയോഡൈവേഴ്സിറ്റി ലോസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. നമുക്ക് നഷ്ടപ്പെടുന്ന ബയോഡൈവേഴ്സിറ്റിയുടെ റേറ്റിനകത്ത് 2010 ആകുമ്പോഴെങ്കിലും ആ ഒരു റേറ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടാവണം. അടുത്തത്, ഹാൾ ബൈ 2015 ദി പ്രൊപ്പോർഷൻ ഓഫ് ദി population without sustainable access to safe drinking water and basic sanitation. സസ്റ്റൈനബിൾ ബേസിക് ലെവലിൽ സാനിറ്റേഷൻ അവൈലബിൾ അല്ലാത്ത ആളുകളുടെ എണ്ണം, അതായത് വാട്ടർ റിസോഴ്സുകളും സാനിറ്റേഷനും ഒക്കെ എല്ലാ ജനങ്ങൾക്കും കിട്ടണം. അത് അവൈലബിൾ അല്ലാത്ത ആളുകളുടെ എണ്ണം കുറയണം. ആൻഡ് ഫൈനലി, അച്ചീവ് ബൈ 2020 എ സിഗ്നിഫിക്കൻറ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി ലൈവ്സ് ഓഫ് അറ്റ്ലീസ്റ്റ് 100 million സ്ലം ഡ്വെല്ലേഴ്സ്. തെരുവിൽ ജീവിക്കുന്ന ആളുകൾ, സ്ലംസിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ, അവരുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണം. 100 മില്യണിനാണ് ഇത്രയും ആ ഒരു കണക്കുകൾ പറയുന്നത്. അത്രയും ജനങ്ങളെ നമുക്ക് ജനങ്ങളുടെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് അടുത്ത എയിം. സോ എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ഈസ് ദി ഗോൾ 7. ദെൻ ഗോൾ 8, ഡെവലപ്പ് എ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം ചേരുന്ന രീതിയിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുക. സോ ഒരു ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, എല്ലാവരുടെ ഡെവലപ്മെൻറ്റും എല്ലാവരും കൺസേൺ ആവുന്ന രീതിയിൽ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ആവശ്യമാണ്. സോ ഫസ്റ്റ് തിങ്, ഡെവലപ്പ് ഫർദർ ആൻ ഓപ്പൺ റൂൾ ബേസ്ഡ് പ്രെഡിക്റ്റബിൾ നോൺ ഡിസ്ക്രിമിനേറ്ററി ട്രേഡിംഗ് ആൻഡ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് സിസ്റ്റം വേണം. സോ അതിനുവേണ്ടി നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻഷുർ ചെയ്യുക. ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ടാർഗറ്റ്. രണ്ടാമതായിട്ട്, അഡ്രസ് ദി സ്പെഷ്യൽ നീഡ്സ് ഓഫ് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. LDCs എന്ന് പറയും, ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ്. അപ്പോൾ അത്തരം രാജ്യങ്ങൾ, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ 54 രാജ്യങ്ങളിൽ ഏതാണ്ട് 50ഓളം LDC ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഡെവലപ്പിംഗ് എന്ന് പറയും, എന്നാലും ലീസ്റ്റ് ഡെവലപ്ഡ് ആണ്. അപ്പോൾ അത്തരം രാജ്യങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഉള്ള എഫേർട്ടുകൾ എല്ലാവരും ചേർന്നെടുക്കുക. അടുത്തത് ടാർഗറ്റ് പറയുന്നത്, അഡ്രസ് ദി സ്പെഷ്യൽ നീഡ്സ് ഓഫ് ലാൻഡ് ലോക്ക്ഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് സ്മോൾ ഐലൻഡ് ഡെവലപ്പിംഗ് സ്റ്റേറ്റ്സ്. സോ ഇതോടൊപ്പം തന്നെ 2 സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്. ഒന്ന് ലാൻഡ് ലോക്ക്ഡ് നേഷൻസ് ആണ്. ലാൻഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, 4 രാജ്യത്തിൻ്റെ 4 അതിരുകളിലും എന്താണ്, ലാൻഡാണ്. സോ സീ ആക്സസ് ഇല്ല. സീ ആക്സസ് ഇല്ലെങ്കിൽ ട്രേഡിന് വേണ്ടി അവർ മറ്റുള്ള രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടാകാം, ഡിസ്പ്യൂട്ട്സ് ഉണ്ടാകാം. ദെൻ ദേ മേ ഹാവ് ടു പേ മോർ, കൂടുതൽ താരിഫ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാം. അത്തരം രാജ്യങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ഇഷ്യൂ. അതേ പ്രശ്നം തന്നെയാണ് ഐലൻഡ് കൺട്രീസിനും വരുന്നത്. ഐലൻഡ് നേഷൻസ് ആണ്, സ്മോൾ ഐലൻഡ് നേഷൻസ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ലാൻഡ് ആക്സസ് ഇല്ല. ട്രാൻസ്പോർട്ടേഷൻ ബിക്കംസ് ഡിഫിക്കൽട്ട്. ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷന് വേണ്ടി അവർ മറ്റു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ 2 സിറ്റുവേഷനും പരിഹരിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഗോൾ. പിന്നെ വരുന്നത്, ഡീൽ കോംപ്രിഹെൻസീവ്ലി വിത്ത് ദി ഡെറ്റ് പ്രോബ്ലംസ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡെറ്റ് ഇഷ്യൂസ് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ദെൻ ഇൻ കോപ്പറേഷൻ വിത്ത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് പ്രൊവൈഡ് ആക്സസ് ടു അഫോർഡബിൾ എസെൻഷ്യൽ ഡ്രഗ്സ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡ്രഗ്സ് എല്ലാവരിലേക്ക് എത്തിക്കണം. മരുന്ന് ആവശ്യത്തിന് ഡെവലപ്പിംഗ് നേഷൻസിന് കിട്ടണം. അതിനുവേണ്ടി ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസുമായിട്ട് കൊളാബറേഷൻ ചെയ്ത് എസെൻഷ്യൽ ഡ്രഗ്സ് വളരെ കുറഞ്ഞ ചിലവിൽ എല്ലാവർക്കും കിട്ടുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ഫൈനലി, ഇൻ കോപ്പറേഷൻ വിത്ത് ദി പ്രൈവറ്റ് സെക്ടർ മേക്ക് അവൈലബിൾ ബെനിഫിറ്റ് ഓഫ് ന്യൂ ടെക്നോളജീസ്, എസ്പെഷ്യലി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. സോ എല്ലാ ജനങ്ങളിലേക്കും ICT എത്തണം. അപ്പോൾ അത്തരം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും കിട്ടണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് എൻഷുർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയാണ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞത്. സോ ദീസ് ആർ ദി 8 ഗോൾസ്. 8 ഗോളുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് നോക്കുക. 8 ഗോൾ. ഒന്ന്, ഗോൾ ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ. രണ്ടാമതായിട്ട് അച്ചീവ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. മൂന്നാമത്തത് പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ.
Fourth one is reduce child mortality. Fifth one is improve maternal health. Sixth one, combat HIV, AIDS, malaria and other diseases. Goal 7 പറയുന്നത് ensure environmental sustainability. And goal 8 പറയുന്നത് develop a global partnership for development. ഇതിൽ 2015 ഇന്ത്യയുടെ പ്രോഗ്രസിൻ്റെ ഒരു ഷീറ്റാണ് തന്നിരിക്കുന്നത്. ഇത് പ്രകാരം നിങ്ങൾക്ക് കാണാം പല ഏരിയയിലും ഇന്ത്യയുടെ പ്രോഗ്രസ് വളരെ സ്ലോ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, പോവർട്ടി ലൈനിലുള്ള ആളുകളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ്സൊക്കെ ഇന്ത്യ ഓൺ ട്രാക്കാണ്. പക്ഷേ ഹങ്കർ ഒഴിവാക്കുക എന്നുള്ളത് ഇന്ത്യയിൽ വളരെയധികം ഇഷ്യൂ ആണ്. ഹങ്കർ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അടുത്ത ഒരു പ്രോബ്ലം യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ. 2002 തന്നെ 86 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നമ്മൾ പാസ്സാക്കി. 2000 ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുകയും അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈനിൽ തന്നെയാണ് 2002 86ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കുകയും അതുപ്രകാരം എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ, ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ ദി സെൻസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് അഡ്മിഷൻ കൊടുക്കണം. ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വേക്കൻസീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് മാറ്റുന്ന ആർട്ടിക്കിൾ 21A ആഡ് ചെയ്തത് 2002 അപ്പോൾ അതിനുശേഷം ഒരു പ്രോഗ്രസ് നമുക്ക് അവിടെ കാണാം. ഈവൻ ദോ ഒരു ഹൈലി ഓൺ ട്രാക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. അതാണ് യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ട്രാക്ക് ഇന്ത്യ ഒരു മോഡറേറ്റ് ഫേസിലാണെന്ന് പറഞ്ഞത്. പിന്നെ വരുന്നത് പ്രൊവൈഡ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ വിമൻ. ഇന്ത്യ ഈസ് ഓൺ ട്രാക്ക് ബിക്കോസ് റൈറ്റ് ട്രാക്കിലാണ് പോകുന്നത്. റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി, അവിടെയും പ്രശ്നങ്ങളുണ്ട്. ഒരു റൈറ്റ് ട്രാക്കിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിക്കുന്നില്ല. ഹെൽത്ത് കെയറിലേക്ക് വരുമ്പോൾ അത്രയും എഫിഷ്യൻ്റായിട്ട് പല സ്റ്റേറ്റ്സിനും പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്ത്യയിൽ. പിന്നെ വരുന്നത് ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത് ആണ്. ദാറ്റ് ഈസ് നോട്ട് ഓൺ ദി റൈറ്റ് ട്രാക്ക്. ദെൻ കോമ്പാറ്റ് HIV, AIDS ആൻഡ് അതർ ഡിസീസസ്. HIV, AIDS കൺട്രോൾ ചെയ്യുന്നതിൽ നല്ല പ്രോഗ്രസ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ മലേറിയ അതുപോലുള്ള മറ്റ് ഡിസീസസ് വരുമ്പോഴാണ് അവിടെ ട്രാക്കിൽ പ്രശ്നമുള്ളത്. പിന്നെ എൻഷുർ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റി ഇനിഷ്യേറ്റീവ്സ് ഇന്ത്യയിൽ കാര്യമായിട്ട് ആ ഒരു ടൈമിൽ കുറേ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടായിരുന്നു. എന്നാൽ എൻവയോൺമെൻറ്റ് സസ്റ്റൈനബിലിറ്റിയുമായിട്ടൊരു മോഡറേറ്റ് പ്രോഗ്രസ് ആണ് ഇന്ത്യക്ക് എപ്പോഴും പറയാൻ സാധിക്കുക. ആൻഡ് ഡെവലപ്പ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് ഫോർ ഡെവലപ്മെൻറ്റ്. എല്ലാ ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റിലും ഇന്ത്യ ഉണ്ട്. സോ ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇന്ത്യ റൈറ്റ് ട്രാക്കിലാണെന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ ഗോളുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓരോ ഗോളുകളും ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം. See this. Consider the following statement in the context of Millennium Development Goals adopted by the United Nations. യുഎൻ്റെ മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസുമായി ബന്ധപ്പെട്ട് താഴെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ചെയ്യുക. സോ സ്റ്റേറ്റ്മെൻറ്റ് 1, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ഇതിൽ ഏതൊക്കെയാണ് മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? സോ ആസ് യു നോ, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ ഇസ് ദെയർ, ഇംപ്രൂവ് മെറ്റേണൽ ഹെൽത്ത്, റെഡ്യൂസ് ചൈൽഡ് മോർട്ടാലിറ്റി. ഇത് മൂന്നും മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമാണ്. വേറാസ് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമല്ല, പക്ഷേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമാണ്. ഓക്കെ, സോ മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ വരാത്തത് ഈ പറഞ്ഞ മൂന്നാമത്തെ ഓപ്ഷനാണ് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. സോ ദി റൈറ്റ് ആൻസർ ഈസ് A, B ആൻഡ് D. ഓപ്ഷൻ 3. ഓക്കെ, റൈറ്റ് അവേ നമുക്ക് അവിടെ നിന്ന് പോവാം. മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിനേക്കാൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയ ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ. ഇപ്പോൾ ഈ റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇൻ ദി സെൻസ് ദാറ്റ് നമ്പർ വിൽ ബി ഗിവൺ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 1, 2, 3 അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഏതാണ്, മാച്ച് ദി ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ. അത്തരം ക്വസ്റ്റ്യൻസ് വരെ നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഓരോ ഗോളുകളെ പറ്റിയും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടോട്ടൽ പറയുകയാണെങ്കിൽ 17 ഗോളുകളാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. 2015 യുണൈറ്റഡ് നേഷൻസ് അവരുടെ മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ എക്സ്പയറി ആകുമ്പോൾ 2015 എൻഡ് ചെയ്തത്, റൈറ്റ്? ആ ഒരു ടൈമിൽ ക്രിയേറ്റ് ചെയ്ത അടുത്ത 15 വർഷങ്ങൾ കൊണ്ട് അറ്റൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 17 ഗോളുകളാണ് മിലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ വരുന്നത്. Okay, so at United Nations Sustainable Development Summit on 21st September 2015, world leaders adopted 2030 Agenda for Sustainable Development. ഈ 2030 Agenda for Sustainable Development ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആയിട്ട് മാറുന്നത്. സോ
which includes a set of 17 sustainable development goals and 169 targets. 17 ഗോളുകളും അതുമായി ബന്ധപ്പെട്ട് 169 ടാർഗറ്റുകളും ചേരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സോ ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിങ് അവർ വേൾഡ്, അതാണ് ടൈറ്റിലായിട്ട് വരുന്നത്. ട്രാൻസ്ഫോമിങ് അവർ വേൾഡ് 2030 അജണ്ട ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് ആ ഒരു ഡോക്യുമെൻ്റ് ടൈറ്റിൽ. സോ ദീസ് ആർ ദി ഗോൾസ്. Goal 1, improve no poverty. Goal 1, no poverty. Goal 2, zero hunger. Goal 3, good health and well-being ആണ് ഗോൾ 3 വരുന്നത്. വെൽബീയിങ് ഇനീഷ്യേറ്റീവ്, അത് 3യുടെ ഭാഗമാണ്. ദെൻ ഗോൾ 4 പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഗോൾ 5 പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി. ഗോൾ 6 ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. ഗോൾ 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. ഗോൾ 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. ഗോൾ 9 പറയുന്നത് ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഗോൾ 10 റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. ഗോൾ 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഗോൾ 12 റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ഗോൾ 13 ക്ലൈമറ്റ് ആക്ഷൻ. ഗോൾ 14 ലൈഫ് ബിലോ വാട്ടർ. ഗോൾ 15 ലൈഫ് ഓൺ ലാൻഡ്. ഗോൾ 16 പീസ് ആൻഡ് ജസ്റ്റിസ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ആൻഡ് ഫൈനലി ഗോൾ 17 പാർട്ട്ണർഷിപ്പ് ഫോർ ഗോൾസ്. സോ ഓരോ ഗോളുകളെയും പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് SDG 1 ആണ്, നോ പോവർട്ടി. സോ പോവർട്ടി, ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് ഹങ്കർ എന്ന് പറയുന്ന ഒറ്റ ഗോളായിട്ടാണ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ പറഞ്ഞിരുന്നതെങ്കിൽ ഇവിടെ വരുമ്പോൾ പോവർട്ടിയും അതേപോലെ ഹങ്കറും ആ ഒരു കൺസെപ്റ്റുകൾ എന്താ ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നു. സോ ആദ്യം പറയുന്നത് നോ പോവർട്ടി ഇൻ ദി സെൻസ് ദാറ്റ് എയിം ചെയ്യുന്നത്, ഗോൾ ചെയ്യുന്നത് എൻഡ് പോവർട്ടി ഇൻ ഓൾ ഇറ്റ്സ് ഫോംസ് എവരിവെയർ. എല്ലാ രീതിയിലുള്ള പോവർട്ടിയും ഒഴിവാക്കുക, ഇല്ലാതാക്കുക, അതാണ് ടാർഗറ്റ്. ടാർഗറ്റ്സ് ഇൻക്ലൂഡ്സ് ഇറാഡിക്കേറ്റിംഗ് എക്സ്ട്രീം പോവർട്ടി, റെഡ്യൂസിങ് ദി പ്രപ്പോർഷൻ ഓഫ് പീപ്പിൾ ലീവിങ് ബിലോ പോവർട്ടി ലൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സോഷ്യൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസ്. സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസും സോഷ്യൽ പ്രൊട്ടക്ഷൻ സിസ്റ്റംസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഇത്തരത്തിൽ പോവർട്ടി ലൈനിലുള്ള ലൈന് താഴെ മാത്രം ഇൻകം കിട്ടുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുക, അവരെ ആ ഒരു ലൈനിന് മുകളിലേക്ക് കൊണ്ടുവരിക. അതാണ് നോ പോവർട്ടി ടാർഗറ്റ് ചെയ്യുന്നത്. സോ SDG 1 എയിംസ് ടു ഇറാഡിക്കേറ്റ് എക്സ്ട്രീം പോവർട്ടി. എക്സ്ട്രീം പോവർട്ടി എന്ന് പറയുന്നത് വേൾഡ് പോവർട്ടി ലൈനുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. അത് $1.90. 2000 അത് $1.25 നമ്മൾ പറഞ്ഞു. 2015 ആകുമ്പോൾ അത് $1.90. അപ്പോൾ ആ ഒരു ഡോളർ കുറവാണ് കിട്ടുന്നതെങ്കിൽ അതിനെ എക്സ്ട്രീം പോവർട്ടി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പോവർട്ടി ലൈനിന് താഴെയായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ അതിന് കൂടുതലായിട്ട് എല്ലാ ജനങ്ങൾക്കും ഏണിംഗ് ഉണ്ടാവണം എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് സീറോ ഹങ്കർ. രണ്ട് സെപ്പറേറ്റ് ഗോൾസ് ആയിട്ട് മാറുവാണ്. സീറോ ഹങ്കർ മീൻസ് എൻഡ് ഹങ്കർ, അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോട്ട് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഹങ്കർ ഒഴിവാക്കണം, പട്ടിണി കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ട് ഫുഡ് സെക്യൂരിറ്റി, അതിനെന്താ ചെയ്യേണ്ടത്? ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യണം, അഗ്രികൾച്ചർ സസ്റ്റൈനബിൾ വേയിലേക്ക് ആക്കി മാറ്റണം, എല്ലാവർക്കും ഇൻക്ലൂസീവായിട്ടുള്ള സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ആ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ ടാർഗറ്റുകൾ. ടാർഗറ്റ്സ് ഇൻവോൾവ് എൻഡിങ് ഓൾ ഫോംസ് ഓഫ് മാൽ ന്യൂട്രീഷൻ, പോഷകക്കുറവ്, എല്ലാ രീതിയിലുള്ള പോഷകക്കുറവും ഒഴിവാക്കുക. ദെൻ ഡബ്ലിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇരട്ടിയാക്കാൻ സാധിക്കണം. ആൻഡ് എൻഷുറിങ് സസ്റ്റൈനബിൾ ഫുഡ് പ്രൊഡക്ഷൻ സിസ്റ്റംസ്, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ഫുഡ് പ്രൊഡക്ഷൻ സിസ്റ്റംസ് കൊണ്ടുവരിക. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഹങ്കർ ഒഴിവാക്കാൻ സാധിക്കും. മൂന്നാമത്തെ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. എൻഷുർ ഹെൽത്തി ലൈഫ്സ് ആൻഡ് പ്രൊമോട്ട് വെൽബീയിങ് ഫോർ ഓൾ ഏജസ്. എല്ലാവരുടെയും ലൈഫിൽ വെൽബീയിങ് എൻഷുർ ചെയ്യുക, അതായത് ഹെൽത്തി ലൈഫ് എൻഷുർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട ടാർഗറ്റുകൾ പറയുന്നത്, ഒന്ന് റെഡ്യൂസിങ് മെറ്റേണൽ മോർട്ടാലിറ്റി, ഓക്കെ, മാതൃമരണ നിരക്ക് കുറയ്ക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ ചൈൽഡ് മോർട്ടാലിറ്റി, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി കുറയണം. സോ എൻഡിങ് പ്രിവെൻറ്റബിൾ ഡെത്ത്സ് ഓഫ് ന്യൂ ബോൺസ്, ശിശുമരണ നിരക്ക് കുറയ്ക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രിവെൻറ്റബിൾ ആണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ആൻഡ് ചിൽഡ്രൻ കോമ്പാറ്റിംഗ് മേജർ ഡിസീസസ് ആൻഡ് അച്ചീവിങ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്. സോ നമ്മൾ പല ടാർഗറ്റുകളായിട്ട്, പല ഗോളുകളായിട്ട് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ പറഞ്ഞ കാര്യങ്ങളാണ്, അവയെ കമ്പൈൻ ചെയ്യുകയാണ്. സോ വെൽബീയിങ് ഓഫ് ഓൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? മെറ്റേണൽ മോർട്ടാലിറ്റി കുറയ്ക്കുന്നത് വരുന്നുണ്ട്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റുമായി ബന്ധപ്പെട്ട് അത് കുറയ്ക്കാൻ വരുന്നുണ്ട്, അതോടൊപ്പം മേജർ ഡിസീസസ് അത് ഒഴിവാക്കണം, അതേപോലെ തന്നെ യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, എല്ലാവർക്കും
ഹെൽത്ത് കവറേജ് എൻഷുർ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ഹോസ്പിറ്റൽസ് അവൈലബിൾ ആയിരിക്കണം. ആ രീതിയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുവരണം. ദെൻ SDG 4 പറയുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻ സെൻസ് എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതിനുപരിയായിട്ട് ആ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കണം. ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരേ ക്വാളിറ്റിയിലുള്ള നല്ല എഡ്യൂക്കേഷൻ എല്ലാവരിലേക്കും എത്തണം. അതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻഷുർ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഓപ്പൺ കോഴ്സസ്, ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരുപാട് ഓപ്പൺ കോഴ്സസ് ഒക്കെ നമുക്കിപ്പോൾ കാണാം. അതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയാം. Then that target focus on access to early childhood development, free primary and secondary education, relevant skills for decent work and improving education quality. സോ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്? ഒന്ന്, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ, ഇപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷനുമായി മുമ്പ് തന്നെ ഏർലി എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റി, കുട്ടികളുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. രണ്ടാമതായിട്ട് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കുട്ടികളിലേക്ക് എത്തണം. പ്രൈമറി എഡ്യൂക്കേഷൻ മാത്രമായിരുന്നു മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് എല്ലാ കുട്ടികൾക്കും കിട്ടണം എന്നുള്ളതാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ ഫ്രീ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, റെലവൻറ്റ് സ്കിൽസ് ഫോർ ഡീസൻറ്റ് വർക്ക്. സോ എഡ്യൂക്കേഷൻ നേടുന്ന ഒരു കുട്ടിക്ക് ഒരു ജോലിയിലേക്ക്, ഒരു ഡീസൻറ്റ് ജോലിയിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള റെലവൻറ്റ് സ്കിൽസ് അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷന് സാധിക്കണം. ആൻഡ് ഫൈനലി ഇംപ്രൂവിങ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി. ഇതെല്ലാം നടക്കണമെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി തന്നെ ഇംപ്രൂവ് ചെയ്യണം. അതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് SDG 5 ആണ്, ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റിയിൽ പറയുന്നത്, ഗോളായിട്ട് പറയുന്നത്, അച്ചീവ് ജെൻഡർ ഇക്വാലിറ്റി ആൻഡ് എംപവർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്. ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള കൺസെപ്റ്റ്, അതുവഴി എല്ലാ വിമനെയും ഗേൾസിനും എംപവർമെൻറ്റ് ഉണ്ടാവണം. വിമൻ എംപവർമെൻറ്റ് എൻഷുർ ചെയ്യാൻ സാധിക്കണം. സോ ഇതിൻ്റെ ടാർഗറ്റ് പറയുന്നത്, ഒന്ന്, ഇൻക്ലൂഡിങ് എൻഡിങ് ഓൾ ഫോംസ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ഗേൾസ്. എല്ലാ രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും വയലൻസും ഒഴിവാക്കണം. രണ്ടാമതായിട്ട് എൻഷുറിങ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് എലിമിനേറ്റിംഗ് ഹാംഫുൾ പ്രാക്ടീസസ്. സോ വിമൻ ഗേൾസിനും എല്ലാം ഈക്വൽ പാർട്ടിസിപ്പേഷനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഹാംഫുൾ പ്രാക്ടീസസ് അഗെയിൻസ്റ്റ് വിമൻ അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം. പല രീതിയിലുള്ള ഹാംഫുൾ പ്രാക്ടീസസ് ഇന്നും നിലവിലുണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ഒഴിവാക്കണം. ഈക്വലായിട്ട് മെന്നെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ സാധിക്കണം എന്നുള്ളതാണ് ജെൻഡർ ഇക്വാലിറ്റി ടാർഗറ്റ് ചെയ്യുന്നത്. സോ അതാണ് 5ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. അപ്പോൾ 5 നമ്മൾ പറഞ്ഞു, ഒരിക്കൽ കൂടി കേൾക്കുക. 5 ഗോളുകൾ ഏതൊക്കെയാണ്? നോ പോവർട്ടി, സെക്കൻഡ് വൺ ഈസ് സീറോ ഹങ്കർ, തേർഡ് വൺ ഈസ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഫോർത്ത് വൺ ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഫിഫ്ത്ത് വൺ ഈസ് ജെൻഡർ ഇക്വാലിറ്റി. അടുത്ത 5 ഗോളുകൾ. 6ാമത്തെ ഗോൾ, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. സോ എൻഷുർ അവൈലബിലിറ്റി ആൻഡ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫോർ ഓൾ. എല്ലാവർക്കും വാട്ടർ അവൈലബിൾ ആയിരിക്കണം, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എല്ലാവരിലേക്ക് എത്തണം. ഇതാണ് ഈ ഗോൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട ടാർഗറ്റ്സ്, ഒന്ന്, പ്രൊവൈഡിങ് ആക്സസ് ടു ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ. ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ എല്ലാവർക്കും കിട്ടുക. ഇംപ്രൂവിങ് വാട്ടർ ക്വാളിറ്റി. ദെൻ ഇൻക്രീസിങ് വാട്ടർ യൂസ് എഫിഷ്യൻസി ആൻഡ് പ്രൊട്ടക്റ്റിംഗ് വാട്ടർ ഇക്കോസിസ്റ്റംസ്. സോ ക്ലീൻ ആയിട്ടുള്ള വാട്ടർ സോഴ്സുകൾ എല്ലാവരിലും കിട്ടുക. ഇപ്പോൾ ആഫ്രിക്കയിലുള്ള പല രാജ്യങ്ങളെടുക്കുമ്പോഴും അവിടെയൊന്നും വാട്ടർ അവൈലബിൾ അല്ല. ഓക്കെ, അതുവഴിയുള്ള ഒരുപാട് രോഗങ്ങൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്നുണ്ട്, ആളുകൾക്കും ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അത്തരം ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കണം. വാട്ടർ സോഴ്സുകൾ എല്ലാ ജനങ്ങൾക്കും കിട്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവണം. സാനിറ്റേഷൻ ഓപ്പർച്യൂണിറ്റീസ് എല്ലാവരിലേക്കും എത്തണം. ആ രീതിയിലുള്ള ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റീസാണ് എൻഷുർ ചെയ്യേണ്ടത്. അതാണ് ഗോൾ 6 പറയുന്നത്. ഗോൾ 7, അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. അഫോർഡബിൾ എനർജി ആൻഡ് ക്ലീൻ എനർജി. സോ ഇൻ സെൻസ് എൻഷുർ ആക്സസ് ടു അഫോർഡബിൾ, റിലയബിൾ, സസ്റ്റൈനബിൾ ആൻഡ് മോഡേൺ എനർജി ഫോർ ഓൾ. എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? എല്ലാവർക്കും കിട്ടണം, അവർക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ക്ലീൻ ആകണം, പൊല്യൂഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള എനർജി ആകണം. ആ രീതിയിൽ എനർജി എല്ലാവരിലേക്കും എത്തണം, അത്തരം എനർജി ജനങ്ങളിലേക്ക് എത്തണം. അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇത്തരം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡേർട്ടി എനർജിയും അതേപോലെ തന്നെ ക്ലീൻ എനർജിയായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. സോ ഫോസിൽ ഫ്യൂൽസ് ബേസ്ഡ് ആയിട്ടുള്ള എനർജീസ് ആണെങ്കിൽ അത് ഡേർട്ടി എനർജിയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ട്. അവയല്ല ക്ലീൻ സോഴ്സസ്. ക്ലീൻ സോഴ്സസ് എന്ന് പറയുമ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് സോളാർ പവറാണ്. സോ സോളാർ ബേസ്ഡ് ആയിട്ടുള്ള എനർജി ഇനീഷ്യേറ്റീവ്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം. സോ ടാർഗറ്റ്സ് ഫോക്കസ് ഓൺ
ഇൻക്രീസിങ് എനർജി എഫിഷ്യൻസി, എനർജി യൂസേജ്, അതിനകത്ത് വേസ്റ്റ് ഉണ്ടാവരുത്, ആ രീതിയിൽ എഫിഷ്യൻറ്റ് യൂസേജ് എൻഷുർ ചെയ്യുക. ദെൻ എക്സ്പാൻഡിങ് ദി യൂസ് ഓഫ് റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആൻഡ് എൻഹാൻസിങ് ദി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ എനർജി. റിന്യൂവബിൾ എനർജിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫോസിൽ ഫ്യൂവൽ ബേസ്ഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി സോഴ്സുകളെ ഒഴിവാക്കുക. അതുവഴി തന്നെ നമുക്ക് എനർജി സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, എനർജിയുമായി ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ്, ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻഷുർ ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെയാണ് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി ടാർഗറ്റ് ചെയ്യുന്നത്. ഗോൾ 8 പറയുന്നത് ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. Decent work and economic growth. So, promote sustained, inclusive and sustainable economic growth, full and productive employment and decent work for all. So, economic growth എങ്ങനെയായിരിക്കണം? സസ്റ്റൈനബിൾ ആയിരിക്കണം, എല്ലാവരിലേക്കും എത്തണം. ചില ആളുകൾ മാത്രം വളരുകയും മറ്റു ചില ആളുകൾ വളരാതിരിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. ചില രാജ്യങ്ങൾ മാത്രം എമർജ് ചെയ്യുകയും ചില രാജ്യങ്ങൾ പുറകിൽ നിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവരുത്. എല്ലാവർക്കും ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവണം. എല്ലാവർക്കും ഒരുപോലെ ഗ്രോ ചെയ്യാനുള്ള അവസരങ്ങളാണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. രണ്ടാമതായി ഫുൾ ആൻഡ് പ്രൊഡക്റ്റീവ് എംപ്ലോയ്മെൻറ്റ്. എല്ലാവർക്കും എന്തിനുള്ള അവസരം ഉണ്ടാകണം? ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, അത് പ്രൊഡക്റ്റീവുമായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നും ആവശ്യത്തിനുള്ള വരുമാനം അവർക്ക് കിട്ടണം. ആൻഡ് ഫൈനലി ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ. സോ ടാർഗറ്റ്സ് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹയർ ലെവൽ ഓഫ് ഇക്കണോമിക് പ്രൊഡക്ടിവിറ്റി കൂടുക, ഹയർ ലെവലിലേക്ക് ഉയർത്തുക. റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കണം. ഇംപ്രൂവിങ് ലേബർ റൈറ്റ്സ്, അവർക്ക് അവകാശങ്ങളുണ്ട്, അവരുടെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കണം. ബേക്കാർ പോലുള്ള അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ലേബർ ഒഴിവാക്കാൻ സാധിക്കണം. ദെൻ എൻഷുർ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. അവിടെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവരുത്. ഒരേ ജോബാണെങ്കിൽ ഒരേ റെമ്യൂണറേഷൻ കിട്ടണം. സ്ത്രീയോ പുരുഷനോ എന്നുള്ള രീതിയിലുള്ള ഒരു വിഭജനം ആ ഒരു ഏരിയയിൽ ഉണ്ടാകാൻ പാടില്ല. ദെൻ 9ാമത്തെ ഗോൾ ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഗോൾ പറയുന്നത് ബിൽഡ് റെസിലിയൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ട് ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഫോസ്റ്റർ ഇന്നൊവേഷൻ. റെസിലിയൻ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, ഫ്യൂച്ചർ പിടിച്ചു നിൽക്കുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അതായത് ടാർഗറ്റ് ഇൻക്ലൂഡ് എൻഹാൻസിങ് ഇൻഫ്രാസ്ട്രക്ചർ, പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ ഇൻഡസ്ട്രിയലൈസേഷൻ. സോ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ത്രൂ ഔട്ട് എൻഷുർ ചെയ്യാൻ സാധിക്കണം. ഇൻഡസ്ട്രിയലൈസേഷന് പ്രൊമോട്ട് ചെയ്യണം. സസ്റ്റൈനബിൾ ആയിട്ടുള്ള എല്ലാ റീജിയൻസിലും വരണം. അല്ലാതെ ചിലയിടത്ത് മാത്രം ഇൻഡസ്ട്രിയലൈസറായിട്ട് മാറുന്നു, മറ്റ് ചില നേഷൻസ് ഇൻഡസ്ട്രിയലൈസർ അല്ലാതിരിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. എല്ലാവർക്കും ഒരേ രീതിയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണം. അതോടൊപ്പം ഇൻക്രീസിങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ദെൻ പ്രൊമോട്ടിങ് യൂണിവേഴ്സൽ ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇൻ്റർനെറ്റിൻ്റെയൊക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ ICT എല്ലാവരിലേക്കും എത്തുന്നത് വഴി മാത്രമേ ഒരേ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്, ഇൻക്ലൂസീവ് ആയുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കൂ. അതെല്ലാമാണ് ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ ഗോൾ 10 പറയുന്നത് റെഡ്യൂസിങ് ഇന്നിക്വാലിറ്റി. അതായത് റെഡ്യൂസിങ് ഇന്നിക്വാലിറ്റി വിത്തിൻ ആൻഡ് എമംഗ് കൺട്രീസ്. രാജ്യത്തിനകത്തുള്ള ഇന്നിക്വാലിറ്റിയും രാജ്യങ്ങൾക്കിടയിലുള്ള ഇന്നിക്വാലിറ്റിയും ഒഴിവാക്കുക. പല രീതിയിൽ ഇപ്പോൾ ഡെവലപ്ഡ് നേഷൻസ്, ഡെവലപ്പിംഗ് നേഷൻസ്, ആ ഒരു കൺസെപ്റ്റുകൾ. അതേപോലെ രാജ്യത്തിനകത്ത് തന്നെ ചില സംസ്ഥാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു, ചില സംസ്ഥാനങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരം ഡിഫറൻസിയേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കണം. എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റും അതിനകത്ത് വരണം. സോ ടാർഗറ്റ്സ് ഇൻവോൾവ് പ്രോഗ്രസീവ്ലി അച്ചീവിങ് ആൻഡ് സസ്റ്റെയിനിങ് ഇൻകം ഗ്രോത്ത് ഓഫ് ദി ബോട്ടം 40%. നമ്മളിപ്പോൾ കാണുമ്പോൾ ഏറ്റവും ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യണം. സോ ഏറ്റവും ഇൻകം ലെവലിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കണം. അതോടൊപ്പം എംപവറിങ് ആൻഡ് പ്രൊമോട്ടിങ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻക്ലൂഷൻ ഫോർ ഓൾ. എല്ലാവർക്കും ഈ പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റി കിട്ടുക, പൊളിറ്റിക്കൽ വോട്ട് ചെയ്യാനുള്ള അവകാശമൊക്കെ എല്ലാവരിലേക്ക് എത്തുക. ദെൻ സോഷ്യൽ ഓപ്പർച്യൂണിറ്റി, ദെൻ ഇക്കണോമിക് ബെനിഫിറ്റ്സ്, ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തണം. ദെൻ എൻഷുറിങ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ. ഓൾ ദീസ് ആർ ദി പാർട്ട് ഓഫ് റെഡ്യൂസ്ഡ് ഇന്നിക്വാലിറ്റി ഉണ്ടാവരുത്, ഇക്വാലിറ്റി എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് ഇക്വിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന കൺസെപ്റ്റ്. സോ 10 ഗോളുകളായി. അപ്പോൾ അവസാനം പറഞ്ഞ 5 ഗോളുകൾ ഏതൊക്കെയായിരുന്നു? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അതാണ് 6ാമത്തെ ഗോൾ. 7ാമതായിട്ട് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. 8ാമതായി ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത്. 9ാമതായി ഇൻഡസ്ട്രി ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10ാമത്തെ ഗോളാണ് റെഡ്യൂസ്ഡ് ഇന്നിക്വാലിറ്റി. 11ാമത്തെ ഗോൾ സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് അഗ്രികൾച്ചർ, സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ഗോള് പറയുന്നത് മേക്ക് സിറ്റീസ് ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ് ഇൻക്ലൂസീവ്, സേഫ്, റെസിലിയൻ്റ് ആൻഡ് സസ്റ്റൈനബിൾ.
ഓക്കെ, അതായത് അവിടെ ഒരു വിഭജനം ആവശ്യമില്ല. എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഇൻക്ലൂസീവായിട്ടുള്ള സിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. സോ സസ്റ്റൈനബിൾ ആയിരിക്കണം, ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിരിക്കണം, ഡെവലപ്മെൻറ്റ് എല്ലാവരിലേക്കും എത്തണം, സേഫ് ആയിരിക്കണം, റെസിലിയൻ്റ് ആയിരിക്കണം. അത്തരമൊരു സിറ്റീസ് കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുകയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ടാർഗറ്റ്സ് ഫോക്കസ് ഓൺ പ്രൊവൈഡിങ് ആക്സസ് ടു സേഫ് ആൻഡ് അഫോർഡബിൾ ഹൗസിംഗ്. സേഫ് ആൻഡ് അഫോർഡബിൾ ഹൗസിംഗ് ഫോർ ഓൾ. രണ്ടാമതായി സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് ആൻഡ് ഇൻക്ലൂസീവ് സസ്റ്റൈനബിൾ അർബനൈസേഷൻ. പ്രോപ്പറായുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാവരിലേക്കും എത്തണം. അർബനൈസേഷൻ എല്ലാ റീജിയൻസിലേക്കും എത്തണം. റൂറൽ ആയിട്ട് കിടക്കുന്ന കുറേ ഏരിയ, അർബൻ ആയിട്ട് കിടക്കുന്ന കുറേ ഏരിയ, ആ സിറ്റുവേഷൻ ഒഴിവാക്കണം. എല്ലായിടത്തും ഡെവലപ്മെൻറ്റ് എത്തണം. അതൊക്കെയാണ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്തത് 12ാമത്തെ ഗോൾ, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് എൻഷുർ സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺ. കൺസംഷനും പ്രൊഡക്ഷനും ഒക്കെ എങ്ങനെയായിരിക്കണം? സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്തുകൊണ്ടായിരിക്കണം. അതായത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ടാർഗറ്റുകൾ, ഒന്ന് ഇൻക്ലൂഡ് റെഡ്യൂസിങ് വേസ്റ്റ് ജനറേഷൻ, ടാർഗറ്റ്സ് ഇൻക്ലൂഡിങ് റെഡ്യൂസിങ് വേസ്റ്റ് ജനറേഷൻ, ദെൻ പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, അച്ചീവിങ് എൻവയോൺമെൻ്റലി സൗണ്ട് മാനേജ്മെൻറ്റ് ഓഫ് കെമിക്കൽസ് ആൻഡ് എൻകറേജിങ് കമ്പനീസ് ടു അഡോപ്റ്റ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. സോ സസ്റ്റൈനബിൾ, റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള ഈ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിരിക്കണം. നമ്മളെല്ലായിടത്തും കൊണ്ടുവന്ന് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന കമ്പനികളായാലും എല്ലായിടത്തും കൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പ്രാക്ടീസ് ഒഴിവാക്കണം. അതിന് റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കണം. രണ്ടാമതായിട്ട് സസ്റ്റൈനബിൾ മാനേജ്മെൻറ്റ് ഓഫ് റിസോഴ്സുകൾ ഉപയോഗിച്ച് തീർക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്, ഫ്യൂച്ചറിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കണം. ആൻഡ് മൂന്നാമതായിട്ട് അച്ചീവിങ് ഇക്കണോമിക്കലി സൗണ്ട് മാനേജ്മെൻറ്റ് ഓഫ് കെമിക്കൽസിൻ്റെ മാനേജ്മെൻറ്റ് സൗണ്ട് ആയിരിക്കണം. ഒരു കാരണവശാലും ഹസാഡസ് ആവരുത്. അത്തരം രീതിയിൽ കെമിക്കൽസ് മാനേജ് ചെയ്യുക. എൻകറേജിങ് കമ്പനീസ് ടു അഡോപ്റ്റ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് അല്ല, സസ്റ്റൈനബിലിറ്റി കമ്പനിയുടെ പ്രാക്ടീസസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊക്കെയാണ് റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ 13ാമത്തെ ഗോൾ ക്ലൈമറ്റ് ആക്ഷനാണ്, ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട ഇനിഷ്യേറ്റീവ്. സോ ഗോൾ, ടേക്ക് അർജൻറ്റ് ആക്ഷൻ ടു കോമ്പാറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ്. ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാനുള്ള അർജൻറ്റ് ആക്ഷൻ, എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് പറയുന്നത്. സോ ടാർഗറ്റ് ഇൻക്ലൂഡ് സ്ട്രെങ്തനിങ് റെസിലിയൻസ് ടു ക്ലൈമറ്റ് റിലേറ്റഡ് ഹസാർഡ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച് മെഷേഴ്സ് ഇൻ ടു പോളിസീസ് ആൻഡ് പ്ലാനിങ്, ആൻഡ് പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കണം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പ്രാക്ടീസസ് ഗവൺമെൻറ് പോളിസീസിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ക്ലൈമറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ റെസിലിയൻ്റ് ആയിട്ട്, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ തടയാനുള്ള മെഷേഴ്സ് നമുക്ക് എടുക്കാൻ സാധിക്കണം. ഇതൊക്കെയാണ് ക്ലൈമറ്റ് ആക്ഷനുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളാണ് ഗോൾ 13, ക്ലൈമറ്റ് ആക്ഷൻ. ഗോൾ 14 പറയുന്നത് ലൈഫ് ബിലോ വാട്ടറാണ്. ആദ്യമായിട്ടാണ് നമ്മൾ അണ്ടർ വാട്ടർ ആയിട്ടുള്ള ലൈഫിനെ കൂടി കൺസിഡർ ചെയ്യുന്നത്. സോ അത്തരം പൊല്യൂഷൻ ഒഴിവാക്കണം. കൺസേർവ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ഓഷൻസ്, സീസ് ആൻഡ് മറൈൻ റിസോഴ്സസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഓഷൻ, സീസ്, മറൈൻ റിസോഴ്സസ് ഇവയിലുള്ള ജീവജാലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അവയെ യൂസ് ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ മത്സ്യം ഉപയോഗിക്കുന്നുണ്ട്, അവയെ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? സസ്റ്റൈനബിൾ യൂസ് ആയിരിക്കണം. മൊത്തം ഉപയോഗിച്ച് തീർക്കുന്ന രീതിയിലാണെങ്കിൽ ഭാവിയിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ട് സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്തുകൊണ്ട് എങ്ങനെ യൂസ് ചെയ്യാം, അതിനെപ്പറ്റിയാണ് ലൈഫ് ബിലോ വാട്ടർ പറയുന്നത്. സോ ഇതിലെ ടാർഗറ്റ് പറയുന്നത്, ടാർഗറ്റ് ഫോക്കസ് ഓൺ റെഡ്യൂസിങ് മറൈൻ പൊല്യൂഷൻ കുറയ്ക്കുക, കൺസർവിങ് ആൻഡ് സസ്റ്റൈനബിളി യൂസിങ് മറൈൻ റിസോഴ്സിനെ ആദ്യം കൺസർവ് ചെയ്യണം. അതോടൊപ്പം തന്നെ യൂസ് ചെയ്യുമ്പോൾ മൊത്തം ഉപയോഗിച്ച് തീർക്കുന്നു. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ നമ്മൾ കാണാറുണ്ട്, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. മൊത്തം ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ ഭാവിയിൽ നമുക്ക് അത്തരം റിസോഴ്സുകൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിനെ നിലനിർത്തണം, അതിൻ്റെ പോപ്പുലേഷൻ കുറയരുത്. ദെൻ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് റിസ്റ്റോറിങ് മറൈൻ ഇക്കോസിസ്റ്റത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. സോ അത് നമ്മളിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുമ്പോഴും മറൈൻ ഇക്കോസിസ്റ്റത്തെ പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓഷൻ്റെ pH ലെവൽ കുറയുന്നതായിട്ട് പറയുന്നു. ഓഷൻ അസിഡിഫിക്കേഷൻ എന്ന് പറയും. അത് യഥാർത്ഥത്തിൽ ഓഷൻ ഇക്കോസിസ്റ്റത്തെ ഡയറക്റ്റ്ലി ബാധിക്കും. ഒരുപാട് സ്പീഷീസ് വെറൈറ്റീസ് ഇല്ലാതാകും. അപ്പോൾ അത്തരം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ സാധിക്കണം. അതാണ് ലൈഫ് ബിലോ വാട്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 14 പറയുന്നത്. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 15 പറയുന്നത് ലൈഫ് ഓൺ ലാൻഡിനെ പറ്റിയാണ്. സോ അണ്ടർ വാട്ടറിലുള്ള ലൈഫിനെ പറ്റി പറഞ്ഞു, ഇനി ലാൻഡിലുള്ള ലൈഫിനെ പറ്റി പറയുന്നു. സോ പ്രൊട്ടക്റ്റ്, റിസ്റ്റോർ ആൻഡ്
പ്രൊമോട്ട് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം, ലാൻഡ് ഇക്കോസിസ്റ്റത്തെ സസ്റ്റൈനബിൾ യൂസ് ചെയ്യുക. ദെൻ സസ്റ്റൈനബിളി മാനേജ് ഫോറസ്റ്റ്, കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ, ഹോൾട്ട് ആൻഡ് റിവേഴ്സ് ലാൻഡ് ഡിഗ്രഡേഷൻ, ഹോൾട്ട് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഇത് തന്നെയാണ് ടാർഗറ്റ്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഒന്ന്, സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം. ടെറസ്ട്രിയൽ ലാൻഡ് ഇക്കോസിസ്റ്റം എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം? ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് ഉപയോഗിക്കുക. അതും ഇതേപോലെ തന്നെ ഉപയോഗിച്ച് തീർക്കുന്ന, ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ നടക്കുന്നു. അപ്പോൾ അത്തരം ആക്ടിവിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഒഴിവാക്കാൻ സാധിക്കണം. ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഈ റിസോഴ്സുകളെ ഉപയോഗിക്കുക. ദെൻ സസ്റ്റൈനബിലിറ്റി ഇൻ മാനേജിങ് ഫോറസ്റ്റ് കവർ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ പോലുള്ള ഇഷ്യൂസ് നമുക്ക് തടയാൻ സാധിക്കണം. കോമ്പാറ്റിംഗ് ഡെസർട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ ലാൻഡ് ഡീഗ്രഡേഷൻ. ഡെസർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മരുഭൂമിവൽക്കരണമാണ്, മരുഭൂമികളായിട്ട് മാറുന്ന സിറ്റുവേഷൻ, അത് ഒഴിവാക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ലാൻഡിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നത്, അതാണ് ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. അത്തരം ആക്ടിവിറ്റീസും നമുക്ക് തടയാൻ സാധിക്കണം. ഇതാണ് ലൈഫ് ഓൺ ലാൻഡ് ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്തത് 16 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ 16 പറയുന്നത് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതെല്ലാം നടക്കണമെങ്കിൽ ഇങ്ങനെയായിരിക്കണം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ്. ഇറ്റ്സ് നോട്ട്, ലോകം മൊത്തം സമാധാനം വേണം, സമാധാനം കൊണ്ടുവരണം, ജസ്റ്റിസ് കൊണ്ടുവരണമെങ്കിൽ അതിനനുസരിച്ചുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള അവരുടെ ഡിസിഷൻസ് മറ്റ് രാജ്യങ്ങൾ മേൽ ബൈൻഡിങ് ആയിരിക്കണം. അത്തരം ഓർഗനൈസേഷൻസ് വേണം, അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവശ്യമാണ്. സോ പ്രൊമോട്ട് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പ്രൊവൈഡ് ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ബിൽഡ് ഇഫക്റ്റീവ് അക്കൗണ്ടബിൾ ആൻഡ് ഇൻക്ലൂസീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ഓൾ ലെവൽസ്. സോ ഓരോ പ്രവൃത്തികളും എങ്ങനെയായിരിക്കണം? അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. അതായത് ഓരോ രാജ്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അതുവഴി ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസസ് അവരുടെ ആക്ടിവിറ്റീസിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കണം. സോ ടാർഗറ്റ്സ് ഇൻക്ലൂഡ് റെഡ്യൂസിങ് വയലൻസ്, എൻഡിങ് അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ, പ്രൊമോട്ടിങ് റൂൾ ഓഫ് ലോ, നിയമങ്ങൾ. ഇപ്പോൾ കോർട്ട് ഓഫ് ലോ എങ്ങനെയായിരിക്കണം? ആ രീതിയിൽ ബൈൻഡിങ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കോർട്ടുകളുണ്ടാവണം, കോടതികളുണ്ടാവണം. അത് ഇൻ്റർനാഷണൽ ലെവലിലും വേണം, നേഷനകത്തും വേണം. അത്തരത്തിൽ നിയമങ്ങൾ ബൈൻഡിങ് ആയിട്ട്, ഇപ്പോൾ ഇത്തരത്തിൽ അബ്യൂസുകൾ ഒഴിവാക്കാൻ സാധിക്കുന്ന രീതിയിൽ, വയലൻസുകൾ ഒഴിവാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നല്ല സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ആൻഡ് എൻഷുറിങ് ഈക്വൽ ആക്സസ് ടു ജസ്റ്റിസ്, അതുകൂടാതെ എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷയും നിയമസാധുതയും ഒരുമിച്ച് ഒരേപോലെ കിട്ടണം, ഈക്വൽ ആക്സസ് ഉണ്ടാവണം, റൈറ്റ്? സോ ജസ്റ്റിസ് എല്ലാവർക്കും ആക്സസബിൾ ആയിരിക്കണം. സോ ഇതൊക്കെയാണ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ SDG 16 പറയുന്നത്. SDG 17 പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ ദി ഗോൾസിന് വേണ്ടിയുള്ള പാർട്ട്ണർഷിപ്പിനെ പറ്റിയാണ്. അതായത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസിൽ നമ്മൾ അവസാനത്തെ ഗോളായിട്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. സോ സ്ട്രെങ്തൻ ദി മീൻസ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് റിവൈറ്റലൈസ് ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുക, അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കുക. സോ ടാർഗറ്റ് ഫോക്കസ് ഓൺ ഫിനാൻസിങ് ദി capacity building of sustainable development, then enhancing data availability, promoting multi-stakeholder partnership for SDGക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? ഒന്നാമതായിട്ട് കപ്പാസിറ്റി ബിൽഡിംഗ് ഇനീഷ്യേറ്റീവ്സ്. സോ ലീസ്റ്റ് ഡെവലപ്ഡ് നേഷൻസിനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരണം, അതിന് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ്സ് ഒരുമിച്ച് നിന്ന് ചെയ്യുക. രണ്ടാമതായിട്ട് ഡേറ്റ അവൈലബിലിറ്റി, എല്ലാവർക്കും സഫീഷ്യൻ്റ് ആയിട്ടുള്ള നോളജ് ട്രാൻസ്ഫർ നടക്കണം, അതിനുവേണ്ടിയുള്ള ഡേറ്റ അവൈലബിൾ ആയിരിക്കണം, അത് അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക. ദെൻ പ്രൊമോട്ടിംഗ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡർ പാർട്ണർഷിപ്പ്, എല്ലാവർക്കും ദർ മസ്റ്റ് ബി ഒരു ടീം എഫർട്ട് ഉണ്ടാവണം എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ എല്ലാ ബെനിഫിഷ്യറീസും ഒരുമിച്ച് വന്നുകൊണ്ടുള്ള ഒരു അപ്രോച്ച്, പ്രൈവറ്റ് പബ്ലിക് വ്യത്യാസമില്ലാതെ എല്ലാ എൻറ്റിറ്റീസും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ആക്ട് ചെയ്യണം. അതാണ് ഗോൾ 17 പറയുന്നത്, പാർട്ണർഷിപ്പ് ഫോർ ദി ഗോൾസ്. സോ 17 ഗോളുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഗോളുകളുമായി ബന്ധപ്പെട്ട ചില MCQs കൂടി കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ പ്രൈമർലി അഡ്രസ് ദി പ്രിവെൻഷൻ ആൻഡ് സസ്റ്റൈനബിൾ യൂസ് ഓഫ് ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റം? ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തെ പറ്റി പറയുന്ന SDG ഏതാണ്? അതായത് ലൈഫ് ഓൺ ലാൻഡ്, ലൈഫ് ബിലോ വാട്ടർ അല്ല, ലൈഫ് ഓൺ ലാൻഡിനെ പറ്റി പറയുന്ന SDG ഏതാണ്? സോ റൈറ്റ് ആൻസർ ഈസ് SDG 15. SDG 14 ആണെങ്കിൽ ലൈഫ് ബിലോ വാട്ടറിനെ പറ്റിയാണ് പറയുന്നത്. SDG 15 ആണെങ്കിൽ ലൈഫ് ഓൺ ലാൻഡിനെ പറ്റിയാണ് പറയുന്നത്. ദെൻ SDG 5 ജെൻഡർ ഇക്വാലിറ്റി എയിം ടു എലിമിനേറ്റ്, എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? ജെൻഡർ ഡൈവേഴ്സിറ്റി. സോ ഓൾ ഫോംസ് ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ആൻഡ് ഗേൾസ്, അല്ലേ?
എല്ലാ രീതിയിലുള്ള വയലൻസും വിമൻ ആൻഡ് ഗേൾസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വയലൻസും ഒഴിവാക്കുക എന്നുള്ളതാണ് ജെൻഡർ ഇക്വാലിറ്റി ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്തത് SDG 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി പ്രൈമർലി ഫോക്കസ് ഓൺ അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. എന്തിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്? റെഡ്യൂസിങ് വാട്ട് ഈസ് ദാറ്റ് എൻഷുറിങ് യൂണിവേഴ്സൽ ആക്സസ് ടു മോഡേൺ എനർജി സർവീസസ്. മോഡേൺ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലീൻ എനർജി. ക്ലീൻ എനർജി എല്ലാവരിലേക്കും എത്തണം, അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്തത് വാട്ട് ഈസ് ദി സ്പെസിഫിക് ടാർഗറ്റ് ഓഫ് SDG 10 റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി റിലേറ്റഡ് ടു. റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റി എന്തുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്? പ്രധാനമായിട്ടും ഇൻകം ഇൻഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്, റൈറ്റ്? ഇൻകം ഇൻഇക്വാലിറ്റി രാജ്യങ്ങളിടയിൽ കുറയ്ക്കണം, അതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ദെൻ SDG, which SDG is related to the promotion of sustainable consumption and production patterns. Sustainable consumption and production. ഏത് SDG ആണ് അതിനെപ്പറ്റി പറയുന്നത്? SDG 12 ആണ് സസ്റ്റൈനബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷനെ പറ്റി പറയുന്നത്. അടുത്തത് SDG 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻക്ലൂഡ് സ്പെസിഫിക് ടാർഗറ്റ്സ് റിലേറ്റിംഗ് ടു പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് എന്തിനെ പറ്റിയാ? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇൻഫെക്ഷ്യസ് ഡിസീസസ്, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ, സബ്സ്റ്റൻസ് അബ്യൂസ്. ഏതിനെ പറ്റിയാണ് പറയുന്നത്? പ്രധാനമായിട്ടും ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തത് വാട്ട് ഈസ് ദി പ്രൈമറി ഫോക്കസ് ഓഫ് SDG 16 പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഒന്ന്, യു ക്യാൻ സി പ്രൊമോട്ടിങ് പീസ്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റീസ്. ഒരു വയലൻസും ഇല്ലാത്ത പീസ്ഫുൾ സൊസൈറ്റീസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. SDG 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എന്തിനെ പറ്റിയാണ് പറയുന്നത്? സസ്റ്റൈനബിൾ ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡീസൻറ്റ് വർക്ക് ഫോർ ഓൾ. കേട്ടോ. അടുത്തത് SDG വിച്ച് SDG ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് പാരീസ് എഗ്രിമെൻറ്റ്. പാരീസ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. അതിനെ കോമ്പാറ്റ് ചെയ്യാനുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണ്. സോ ഏതുമായി ബന്ധപ്പെട്ടായിരിക്കും? ക്ലൈമറ്റ് ആക്ഷൻ, റൈറ്റ്? സോ SDG 13 ആണ് ഈ പാരീസ് എഗ്രിമെൻറ്റുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്ത് വരുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് നമ്മളുടെ ആദ്യത്തെ ലെക്ചർ, അതായത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലെക്ചർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സോ 2 ഗോളുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് ഗോ ത്രൂ എവറിത്തിങ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദിസ് ലെക്ചർ യു വിൽ ഗെറ്റ് എ ടെസ്റ്റ്. ആ ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യുക കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.